പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ എന്തിന് ഈ ഭൂമിയിൽ ജീവനുള്ള എന്തിനും അവസാനം ഒരു മരണമുണ്ടാകും. എന്നാൽ മരണമില്ലാത്ത മനുഷ്യരുള്ള ഒരു ലോകം എങ്ങനെയുണ്ടാകും? അങ്ങനെ ഒരു ലോകത്തേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ശാസ്ത്രത്തിന്റെ കുതിച്ചുചാട്ടത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റഷ്യയിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഔദ്യോഗിക ആസ്ഥാനമായ ക്രെംലിൻ പിന്തുണയ്ക്കുന്ന ഒരു ഗവേഷണ സംഘം വളരെ കുറച്ചു നാളുകളായി ഇതിനുള്ള പരീക്ഷണങ്ങളിലായിരുന്നു. ന്യൂ ഹെൽത്ത് പ്രിസർവേഷൻ ടെക്നോളജീസ് എന്നാണ് ഈ ഒരു പദ്ധതിക്ക് അവർ പേരിട്ടിരിക്കുന്നത്. പന്നിക്കുഞ്ഞുങ്ങളിൽ നിന്ന് അവയവങ്ങൾ ഉപയോഗിക്കാനും അവയവങ്ങൾ 3D പ്രിന്റ് ചെയ്യുന്നതിനും ജീൻ തെറാപ്പിയിലും വലിയ മുന്നേറ്റങ്ങളാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. മുൻപ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി പുടിൻ കണ്ടുമുട്ടിയപ്പോൾ അവയവ മാറ്റത്തെക്കുറിച്ചും അമരത്വത്തെക്കുറിച്ചും വളരെ താല്പര്യത്തോടെ സംസാരിച്ചിരുന്നു. അന്നതൊരു സാധാരണ ചർച്ചയായി കണ്ട് പലരും തള്ളിക്കളഞ്ഞെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആ ചർച്ചകൾക്ക് പിന്നിൽ ഇത്തരം ഗവേഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. കോശങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന ഗവേഷണങ്ങളിൽ റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ വിജയം കണ്ടിട്ടുണ്ട്. ഇതിനു പുറമെ തരുണാസ്ഥി വിജയകരമായി 3D പ്രിന്റ് ചെയ്യുകയും ഒരു ചുണ്ടലിയിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് സമാനമായ രീതിയിൽ ഇത് നിർമ്മിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗവേഷണങ്ങളുടെ തുടർച്ചയായിട്ടാണ് 2030 മനുഷ്യരിലും പൂർണ്ണമായി 3D പ്രിന്റഡ് അവയവമാറ്റം സാധ്യമാക്കിയേക്കുമെന്ന് പറയാൻ ശാസ്ത്രലോകത്തിന് സാധിക്കുന്നത്. മുൻപ് ലോക കോടീശ്വരന്മാരായ ജെഫ് ബെസോസും സാം ആൾട്ട്മാനും സമാനമായ പരീക്ഷണങ്ങൾക്ക് പണം മുടക്കിയിരുന്നെങ്കിലും അതൊന്നും പ്രായോഗിക തലത്തിൽ വലിയ വെളിച്ചം കണ്ടിരുന്നില്ല. എന്നാൽ റഷ്യയിൽ നിന്നിപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗിക വിവരങ്ങൾ ഈ വിഷയത്തിന്റെ ഗൗരവവും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നു. ശാസ്ത്രം മരണത്തെ തോൽപ്പിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.